നമസ്കാരം. സിൽവർ ലൈനിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയതിനു പിന്നാലെ രാഷ്ട്രീയം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. പിറ്റേന്ന് ബിജെപിയുടെ പ്രതിനിധി സംഘം ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച. മൂന്നാം പാളത്തിന് മുന്തിയ പരിഗണനയെന്നും കേന്ദ്ര പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും വാർത്താ സമ്മേളനം. സിൽവർ ലൈനിൽ ബിജെപിയുടെ ബദൽ രാഷ്ട്രീയമോ? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. സിപിഎമ്മിൽ നിന്ന് ജയക് സി തോമസ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ബിജെപിയിൽ നിന്ന് വി രാജേഷ് എന്നിവരാണ് ഈ ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ശ്രീ വി രാജേഷ്, ഇന്ന് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് സംസ്ഥാനത്തെ ബിജെപി പ്രതിനിധികൾക്ക് മനസ്സിലായ ഒന്ന്, സിൽവർ ലൈൻ സംസ്ഥാനത്തുണ്ടാകില്ല, പകരം കേന്ദ്രം നിർദ്ദേശിക്കുന്ന പുതിയ ഒരു പദ്ധതി അത് റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി വരും എന്നാണോ? അത് സിൽവർ ലൈൻ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഇന്നല്ല, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ഒരുവിധം കേരളത്തിലുള്ള ജനങ്ങൾക്കൊക്കെ, ഇടതുപക്ഷ പ്രവർത്തകരും കേരള മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവർക്കും അത് ബോധ്യപ്പെട്ട കാര്യമാണ്. സിൽവർ ലൈൻ ഒരു കാരണവശാലും കേരളത്തിൽ വരില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചതുപോലുള്ള യാതൊരു തരത്തിലുള്ള കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്കും ഒരു സാധ്യതയുമില്ല എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞാണല്ലോ. ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഞങ്ങൾ കണ്ടു. പലതരത്തിലുള്ള റെയിൽവേയുടെ കേരളത്തിലുള്ള പുരോഗതിയുമായിട്ട്, റെയിൽവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് സംസാരിച്ച വിഷയങ്ങളൊന്നും നേമം ടെർമിനലിൻ്റെ വികസനം അടിയന്തരമായിട്ട് പൂർത്തിയാക്കണമെന്നായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ കേരളത്തിലെ തീവണ്ടി യാത്രക്കാർക്ക് സൗകര്യപ്രദമായ തരത്തിലുള്ള വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇനി ഏതു തരത്തിൽ വേണം എന്നൊക്കെയുള്ള ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അത് കേരളത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് പറയേണ്ടത് അവരുടെ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അത്തരത്തിലുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ചർച്ച നടന്നു. വളരെ ആശാവഹമായ ചർച്ചയായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് അനുഭവപ്പെട്ടത്. ഇപ്പോൾ ഈ 130 കിലോമീറ്റർ വേഗത്തിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ തീവണ്ടി ഓടിക്കാവുന്ന വികസനം നടപ്പിലാക്കാൻ ഒരു പഠനം നടത്തിയത് വഴി കേന്ദ്രത്തിന് മുന്നിൽ ഒരു പദ്ധതി ഉണ്ടായി എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ, ശ്രീ വി മുരളീധരൻ. അപ്പോൾ എങ്ങനെ പദ്ധതി നടപ്പിലാക്കണമെന്ന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല ബിജെപിക്കും ധാരണയുണ്ട്. അതായത് മുരളീധരൻജിയുടെ പത്രസമ്മേളനം ഇന്ന് ഡൽഹിയിൽ നടന്ന സമയം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൻ്റെ ആവശ്യം, പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ ആവശ്യം ഞങ്ങൾ മന്ത്രിയുടെ മുമ്പാകെ വെച്ചു. ഏതു തരത്തിലാണ് അത് നടപ്പിലാക്കേണ്ടത് ഞങ്ങൾക്ക് പറയാനുള്ള ആധികാരികമായുള്ള അറിവ് ഞങ്ങൾക്കില്ല. അതിന് റെയിൽവേ മന്ത്രി കേരളത്തിലെ എംപിമാരുടെ യോഗം വിളിക്കണം എന്ന് മുരളീധരൻജി കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അതായത് കേരളത്തിലെ എംപിമാരുടെ യോഗം വിളിച്ച് നമുക്ക് 130 കിലോമീറ്റർ വേഗതയിൽ കേരളത്തിൽ യാത്ര ചെയ്യുവാനുള്ള റെയിൽവേ ഏതു തരത്തിൽ നമുക്ക് നിർമ്മിക്കാം, അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം. അതിനുശേഷം റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഈ തീരുമാനം എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാം, മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ അല്ലല്ലോ കേരളം. അപ്പോൾ കേരളത്തിൽ പരമാവധി കുടിയൊഴിപ്പിക്കലുകൾ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നടപ്പിലാക്കാമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ അവർ ആ റിപ്പോർട്ട് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ വികസനം സാധ്യമാക്കാം എന്നുള്ള ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ചർച്ച മുന്നോട്ട് പോയത്. വളരെ ആശാവഹമായ ശ്രീ വി രാജേഷ്, ഇപ്പോൾ അങ്ങനെയല്ല, എനിക്ക് ശ്രീ വി മുരളീധരന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, കേന്ദ്രത്തിന് നിലവിൽ തന്നെ കേന്ദ്രം പഠനം നടത്തിയിട്ടുണ്ട്, കേന്ദ്രത്തിന്റെ കയ്യിൽ ബദൽ പദ്ധതികളുണ്ട്. ഈ 130 കിലോമീറ്റർ വേഗം എന്ന് പറയുന്ന ഒന്ന്, 130 കിലോമീറ്ററിന് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ലല്ലോ. ആ 130 കിലോമീറ്റർ വേഗത്തിൽ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം തീവണ്ടി ഓടിക്കാവുന്ന വികസനം നടപ്പിലാക്കാൻ കഴിയുമെന്ന് പഠനം നടത്തി, റെയിൽവേ പഠനം നടത്തി അവരുടെ മുന്നിൽ അതിന് പദ്ധതികളുണ്ട് എന്നുള്ള വി മുരളീധരൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ആ കിലോമീറ്ററിൽ പിടിച്ചു തൂങ്ങണ്ട. എന്നിരുന്നാൽ പോലും കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ കേരളവുമായി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രാഥമികമായ വാദം എന്ന് പറയുന്നത് അതിവേഗ റെയിൽ സൗകര്യം വേണം എന്നുള്ളതാണല്ലോ. അതിൽ കേന്ദ്രത്തിനൊരു ബദൽ പദ്ധതിയുണ്ട്, അതിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും അല്ലേ? അല്ല, അവിടെ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഉത്തരം പറഞ്ഞാൽ മാത്രമേ അത് പൂർത്തിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെയും ഒരു സംസ്ഥാനത്തിൻ്റെയും ചുമതല എന്താണ്, അധികാരം എന്താണ് എന്നുള്ള കാര്യം ആദ്യം അവർക്ക് എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത്, ചെയ്യാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം KSRTC, സംസ്ഥാന പാതകളുടെ വികസനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേരളത്തിലെ സംസ്ഥാനത്തെ ക്രമസമാധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മുഖ്യമന്ത്രിക്കും ഒരു സംസ്ഥാനത്തിനും ഇടപെടുവാനും തീരുമാനമെടുക്കുവാനും നടപ്പിലാക്കുവാനുള്ള അധികാരവും അവകാശവുമുണ്ട്. അതൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പോൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ
എന്താ വ്യോമയാന ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസിൻ്റെ കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ പോളിസി തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അറിവും ഒന്നും തന്നെ ഒരു സംസ്ഥാനത്തിനില്ല. ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും കേരയിൽ അങ്ങനെ നടപ്പിലാക്കും, കേരയിൽ ഇങ്ങനെ നടപ്പിലാക്കും, കേരയിൽ ഇതാ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഒരു രാജ്യം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ മാറി. ഏത് സമയത്താണെന്നറിയില്ല. അങ്ങനെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തോ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആകാമോ എന്നുള്ള ഒരു ധാരണയും തെറ്റിദ്ധാരണയും ഉണ്ടായത്. അങ്ങനെയൊന്നും സാധിക്കില്ല. കൃത്യമായിട്ട് രാജ്യത്തെ റെയിൽവേ വികസനത്തെക്കുറിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ് ചിന്തിക്കേണ്ടത്. ഓരോ കാര്യങ്ങളും റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പെർമിഷനോട് കൂടിയേ സാധ്യമാക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാരും ഇത്തരത്തിൽ വെട്ടിലാകുമായിരുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശമായാലും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിലെ തുടക്കം മുതലുള്ള നിലപാടുകളായാലും ശരി തന്നെ, കേരളത്തിൽ റെയിൽവേ യാത്രയുടെ വേഗം കൂട്ടുവാനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് കുറച്ചുകൂടി ആധുനികവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് തരത്തിൽ നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവതരമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ മന്ത്രാലയത്തിൽ നടക്കുന്നത്. ശരി 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 വളരെയധികം വ്യക്തമായിട്ടുണ്ട് ശ്രീ വി വി രാജേഷ്. ഞാൻ ശ്രീ ജേക്സി തോമസിലേക്ക് പോകട്ടെ. ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഒരു സംസ്ഥാനത്തിൻ്റെയും അധികാരം മനസ്സിലാക്കാതെ ചില നടപടികളുമായി മുന്നോട്ട് പോയതുകൊണ്ട് ആണിങ്ങനെ വെട്ടിലായത്. അനുമതിയും ആലോചനയും ഇല്ലാതെ ചില തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടും അതുമായി മുന്നോട്ട് പോയത് കൊണ്ടുമാണ് ഇങ്ങനെ വെട്ടിലായത്. അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് മുൻപുള്ള ഉറപ്പിൽ നിന്ന് പിന്നാക്കം പോകുന്നത് വളരെ ദൃശ്യവുമായിരുന്നു. അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു പച്ചക്കൊടി ഉണ്ടാകില്ല എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ധാരണ സംസ്ഥാനത്തിന് വന്നിട്ടുണ്ടോ? അതിൽ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ രാഷ്ട്രീയമായ ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ BJPയുടെ ഈ കൂടിക്കാഴ്ചയും വാർത്താ സമ്മേളനത്തോടും കൂടി കൂടുതൽ സ്പഷ്ടമായോ? അതെ, ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ബഹുമാനീയനായ BJPയുടെ പ്രതിനിധി നിർഭാഗ്യവശാൽ നമ്മുടെ സംവാദത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അങ്ങേയറ്റം പരിഹാസ്യമായ വാദങ്ങളാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ആരോട് ചോദിച്ചിട്ട്? അതായത് അദ്ദേഹം പറയുകയാണ്, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അധികാരപരിധിയെ സംബന്ധിച്ച് നിങ്ങൾ ഓർമ്മിക്കേണ്ടതില്ലേ? അതൊക്കെ ഓർമ്മിക്കാതെ നിങ്ങൾ വേണമെങ്കിൽ അല്പക്കൂടെ പരിഹാസ്യതയുടെ പടി നീട്ടിവെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ വേണമെങ്കിൽ അവിടെ KSRTCയുടെ കാര്യമൊക്കെ നോക്ക്. റെയിൽ സംബന്ധിച്ചും റെയിലിനെ സംബന്ധിച്ചും ഇതുപോലെയുള്ള ബൃഹത് പദ്ധതികളെയൊക്കെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. കേന്ദ്ര സർക്കാർ ജനങ്ങളുടേതാണ് എന്നതിൽ നിന്നും അല്പം കൂടെ ബോധപൂർവമായ മറവി നടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ രാഷ്ട്രീയ പ്രതിനിധികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് പറയുകയാണ്. ഞാൻ അത്തരം അഭിപ്രായങ്ങളോടൊന്നും പൂർണ്ണമായ സമയമെടുത്ത് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് നിർബന്ധമായും ഓർമ്മിച്ചെടുക്കേണ്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19/7/2019 അങ്ങയുടെ സഹകാരികളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന കേന്ദ്ര റെയിൽ ബോർഡ്, ആ കേന്ദ്ര റെയിൽ ബോർഡിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിസഭയുടെ പ്രതിനിധികൾ നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണെന്ന് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും. അതായത് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന KRDCL സമർപ്പിച്ച പദ്ധതി രേഖ സസൂക്ഷ്മ പരിശോധിച്ചതിനെ തുടർന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായി കേൾക്കാം, പറയൂ. KRDCL സമർപ്പിച്ച വിശദമായ രേഖ പരിശോധിച്ചതിന് ശേഷം റെയിൽ വകുപ്പിന്റെ മറുപടി എന്തായിരുന്നു? ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ നൽകിക്കൊണ്ട്, പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിന് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ നൽകിക്കൊണ്ടുള്ള മറുപടി നമ്മുടെ എല്ലാവരുടെയും പൊതുസംവാദ മണ്ഡലത്തിലുണ്ട്. എന്താ ബഹുമാനിയായ BJP പ്രതിനിധിയുടെ അഭിപ്രായം? വിശദമായ പരിശോധന KRDCL നൽകിയ പ്രൊജക്ടിന് ശേഷം ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ നൽകിയ അങ്ങയുടെ സഹപ്രവർത്തകരായ റെയിൽ മന്ത്രാലയത്തിലെ ആളുകളുടെ ബുദ്ധിശക്തി, അവരുടെ യുക്തിബോധം അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ? അതോ അവരുടെ മാനസിക ചിന്ത ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ? അങ്ങ് മറുപടി പറ. പിന്നെ നമ്മളുടെ അനുഭവം എന്താണ്? ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏത് സംസ്ഥാനത്ത് ഏറ്റെടുത്താലും, സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതി കേരളത്തിൽ മാത്രമല്ല നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്, ഏത് സംസ്ഥാനത്ത് ഏറ്റെടുക്കുമ്പോഴും അതിനോട് അങ്ങേയറ്റം അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ദേശീയപാതയാവട്ടെ, ദേശീയപാതകളുടെ വികസനമാവട്ടെ, കേരളയിൽ പോലെയുള്ള സെമി ഹൈസ്പീഡ് കോറിഡോർ അല്ലെങ്കിൽ ഹൈസ്പീഡ് കോറിഡോർ പദ്ധതികളാകട്ടെ, ഇതിനോടൊക്കെ നിയതമായ നിലയിൽ നമ്മൾ പദ്ധതി രേഖ സമർപ്പിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങേയറ്റം അനുഭാവപൂർണമായ സമീപനമാണ്. പക്ഷെ ഇവിടെ കേരളത്തിന് മാത്രം സംഭവിച്ചിട്ടുള്ള ഭാഗ്യക്കേട് അല്ലെങ്കിൽ കേരളത്തിന്റെ മാത്രം നിർഭാഗ്യത എന്താണെന്ന് എന്ന് വെച്ചാൽ,
ഇവരെ പോലെ ചില കൂട്ടർ നമ്മളുടെ നാട് നന്നാവാൻ പാടില്ല എന്ന പ്രതിജ്ഞാബദ്ധമായ സമീപനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങ് കണ്ടത് എന്താണ്? അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും, ഈ സംവാദം ശ്രദ്ധിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. 2016 ഇടതുപക്ഷ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP നേതാവിന്റെ സഹപ്രവർത്തകനായ ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ അന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പ്രതികരണം നടത്തി. എന്തായിരുന്നു ആ പ്രതികരണത്തിന്റെ നട്ടെല്ല്? ദേശീയപാത വികസനം പൂർത്തിയാക്കിയാൽ, ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ, ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാക്കിയാൽ കുറച്ചുകൂടെ കിടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം മതതീവ്രവാദികളുടെ എതിർപ്പിനെ മറികടന്ന് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടതായി വരും. ഇത് നട്ടലുള്ള മന്ത്രിസഭയും മുഖ്യമന്ത്രിയാണെന്ന്. ഇപ്പോഴെന്താ യാഥാർത്ഥ്യം? ഇന്നലെ നമ്മൾ ഞെട്ടലോടുകൂടെ കേട്ടതെന്താ? ആ ദേശീയപാത വികസനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കത്തയച്ചവരാണ് നമ്മളുടെ ഈ പാനലിൽ പങ്കെടുക്കുന്ന മറ്റൊരു മാന്യൻ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇന്ന് കേന്ദ്ര മന്ത്രിസഭയും മന്ത്രിമാരെയും കാണാൻ എന്തൊക്കെ ഇടപെടൽ ഉണ്ടായാലും ഇതൊക്കെ സാധ്യമാക്കിയ ചരിത്രം സംസ്ഥാനത്തിനുണ്ടായെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും BJPയുടെ ഒരു പ്രതിനിധി സംഘം കേന്ദ്ര റെയിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം കേന്ദ്രത്തിന്റെ ബദൽ പദ്ധതി ആയിരിക്കും വരുന്നത് എന്ന പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നു. കേന്ദ്രത്തിന് പദ്ധതിയുണ്ട്, അതിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുകൂടി കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ള പ്രതിനിധി സംഘം വ്യക്തമാക്കുന്നു. ഈ ഇടപെടലിനപ്പുറത്ത് കേന്ദ്രത്തിൽ നിന്ന്, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് കേരളിനും സിൽവർ ലൈനും അനുകൂലമായ നിലപാട് വരും ഭാവിയിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ കാണേണ്ടത് അങ്ങ് വോട്ട് ചെയ്തയാളും ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും നിർഭാഗ്യവശാൽ നമ്മുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടപ്പിലാകുമായിരുന്നെങ്കിൽ നമ്മുടെ കേരളം എന്നെ കുട്ടിച്ചോറായനെ. ആ മാന്യനാണ് സ്വർണ്ണക്കടത്ത് കേസ്, ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ള കേസ് കേരളത്തിൽ സംഭവിച്ചപ്പോൾ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ അല്ല എന്ന്. അദ്ദേഹം ഒഴികെ കേന്ദ്ര മന്ത്രിസഭയും ദേശീയ അന്വേഷണ ഏജൻസികളും എല്ലാവരും പറഞ്ഞു. അയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഞാൻ പറയട്ടെ, ഞാൻ അതിനെ സംബന്ധിച്ച് ഏകപക്ഷീയമായി തീർപ്പിനല്ല, ഞാൻ അദ്ദേഹത്തിന്റെ മുൻകാല അനുഭവം ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ അല്ല എന്ന അഭൂതപൂർവമായ കണ്ടെത്തൽ നടത്തിയ മനുഷ്യനാണ്. നമ്മൾ ആരും തള്ളിക്കളയേണ്ട ആളല്ല, ചെറിയ ആളല്ല, വലിയ ആളാണ്. പക്ഷെ ഞാൻ പറയാൻ വന്ന 3 ഉദാഹരണങ്ങളേ ഉള്ളൂ. ഈ പദ്ധതി എങ്ങനെ പൂർത്തിയാക്കുമെന്നതിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് എന്താണ്? ടിൽറ്റിംഗ് ട്രെയിനുകളെ സംബന്ധിച്ച് BJPയുടെ ബഹുമാനിയായ പ്രതിനിധി കേട്ടിട്ടുണ്ടോ? ആ ടിൽറ്റിംഗ് ട്രെയിന് കേരളയിൽ പകരം ഓടിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? സബർബൻ ട്രെയിനുകൾ കേരളത്തിൽ ബദൽ സംവിധാനം എന്ന നിലയിൽ ഓടിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? 673 വളവുകളുള്ള കേരളത്തിന്റെ റെയിൽ പാതയിൽ ഈ വളവുകളെ നിവർത്തിക്കൊണ്ട് അതിവേഗ റെയിൽ കോറിഡോർ സൃഷ്ടിക്കാമെന്നതിനെ സംബന്ധിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? എല്ലാ ചർച്ചകളുടെയും സമഗ്രതകൾ പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ? ഇനി ഇവിടെ ഒന്നും ഉണ്ടാകാത്ത എന്ത് മഹാത്ഭുതമാണ് അങ്ങയുടെ ബഹുവിസ്തൃതനായ കണ്ടുപിടുത്തക്കാരനായ വിദേശകാര്യ സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇനി ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വേണ്ടി പോകുന്നത്? നമുക്കത് പരിശോധിക്കാം. റെയിൽവേ ലൈനിലൂടെ ട്രെയിൻ ഓടിക്കാം എന്നൊരു പദ്ധതി കേന്ദ്രം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട പലവിധ പരാതികൾക്ക് അത് പരിഹാരമാകും. അപ്പോൾ തീർച്ചയായും BJPക്ക് കൂടുതൽ ജനകീയത ആകർഷിക്കാൻ പറ്റും, കൂടുതൽ ജനകീയ പിന്തുണ ആ പദ്ധതിക്ക് ആകർഷിക്കാൻ കഴിയും. അപ്പോൾ പിന്നെ സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും? ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് കേട്ടോ, ഇത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളല്ല. വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം കേന്ദ്രമന്ത്രി അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം പറഞ്ഞതാണ്. അപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ കേരളവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾക്ക് പരിഹാരമാകുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്താൽ സംസ്ഥാനത്തിന് ഇതിലേത് വേണം എന്ന ജനപക്ഷത്തു നിന്നുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടി വരില്ലേ? ഞാൻ ബോധപൂർവം അങ്ങേ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതായത് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പീഡ് വർദ്ധിപ്പിക്കുന്ന ഈ ഒരു ട്രെയിൻ 130 കിലോമീറ്റർ ഏത് ട്രെയിനാണെന്ന് ഇവർ പറയുന്നുണ്ടോ? അതിന്റെ സമഗ്രതയെക്കുറിച്ച് ഇവർ പറയുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ട്രെയിൻ സർവീസുകളിൽ നിന്ന് ടിൽറ്റിംഗ് ട്രെയിനുകളുടെ ഉപയോഗമാണ്. ജപ്പാനിലും മറ്റും സർവീസ് നടത്തുന്ന N700 വിഭാഗത്തിൽപ്പെടുന്ന ടിൽറ്റിംഗ് ട്രെയിനുകൾ അതുപോലും കേരളത്തിൽ പരീക്ഷണം നടത്തണമെങ്കിൽ എന്ത് പാത വേണം? സ്റ്റാൻഡേർഡ് ഗേജ് പാത വേണം. നമ്മുടെ റെയിൽ പാതകളുടെ സവിശേഷത എന്താണെന്നറിയാം. ഇനി ടിൽറ്റിംഗ് ട്രെയിൻ കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ കേരളത്തിൽ നിലവിലിരിക്കുന്ന എല്ലാ ഗേജുകളും മാറ്റണം, സ്റ്റാൻഡേർഡ് ഗേജ് ആക്കണം.
673 വളവുകൾ നിവർത്തണം. അങ്ങ് തന്നെ BJP പ്രതിനിധിയെ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മളുടെ തിരുവനന്തപുരം ഷൊർണൂർ പാതയിൽ മാത്രമുള്ള വളവുകളുടെ എണ്ണം അഭൂതപൂർണ്ണമാണ്. നമുക്കൊരു ദിനരാത്രം കൊണ്ടോ ഒരു സംവത്സരം കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല ഇത്. ഇങ്ങനെ എത്ര പരിശോധന നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ തീർപ്പിലേക്ക്, കേരളയിലെ തീർപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനായ BJP പ്രതിനിധി ഒന്ന് പറയുമോ, ഷൊർണൂർ തിരുവനന്തപുരം പാതയിൽ വളവുകൾ നിവർത്തിയാൽ എത്ര കിലോമീറ്റർ വേഗതയിൽ ഓതും? ഏത് ട്രെയിനിലാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്നത്? വളവുകളെ എങ്ങനെ നിവർത്താമെന്നാണ് നിങ്ങൾ പറയുന്നത്? എത്ര സംവത്സരമെടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ബോർഡ് ഗേജിൽ ഓടിക്കുമെന്നാണോ, സ്റ്റാൻഡേർഡ് ഗേജിൽ ഓടിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ. നമുക്ക് ആ ചോദ്യങ്ങൾ ചോദിക്കാം വി രാജേഷിനോട്. രാഹുൽ, അതായത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയ ആരോപണം മുന്നോട്ട് വെക്കുകയാണ്. അതുവരെ എന്ത് സംഭവിച്ചാലും, ആരെതിർത്താലും കേരളയിൽ സിൽവർ ലൈൻ നടപ്പിലാകും എന്ന് പറഞ്ഞൊരു ആർജവത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. കേന്ദ്ര സർക്കാർ അനുവദിച്ചാൽ മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. എങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയാണ്, തിരിച്ചറിവിലേക്ക് വരികയാണ് ആ സമയത്ത്. പക്ഷെ ഇന്നലെ അതായിരുന്നു ചിത്രം. ഇന്നിപ്പോൾ BJPയുടെ പ്രതിനിധികൾ അവിടെ ചെല്ലുന്നു, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അതിനുശേഷം വാർത്താ സമ്മേളനം നടക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, CPM BJP ഒരു രാഷ്ട്രീയ വിഷയമായി സിൽവർ ലൈൻ മാറുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ സെൻസ് ചെയ്യുന്നത്? അതായത് കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഭൂമികയിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു BJP CPM രാഷ്ട്രീയ യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്തിനെ ചൊല്ലിയാണെങ്കിലും അവിടെ കൂടുതൽ ജനപിന്തുണ എവിടെ ആർജിക്കും എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് സാധാരണഗതിയിൽ. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് സെൻസ് ചെയ്യുന്നത്? ഞങ്ങൾ അതിനെ ഈ CPM-ഉം BJP-യും തമ്മിലുള്ള മത്സരത്തെയൊന്നും അങ്ങനെ ഞങ്ങൾ ഗൗരവമായിട്ട് കാണുന്നില്ല. ഒന്ന്, ഇവർ തമ്മിൽ ആത്മാർത്ഥമായി യാതൊരു വിധമായ തർക്കവും ഇല്ലല്ലോ മാധു. എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മളതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്, അതിനകത്തൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സംസാരത്തിനകത്ത് എന്തോ പിന്മാറ്റലിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. പറച്ചിൽ കേട്ടതൊന്നും ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളൊരു സർക്കാരാണ് ഇവരുടെ സർക്കാരെന്ന്. കേരളയിൽ ഇവർ ഒരു ഘട്ടം കൂടി കഴിഞ്ഞു. കാരണം അതിനകത്ത് ചില കമ്മീഷൻ താല്പര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവർ കേൾക്കാമല്ലോ അല്ലേ? എനിക്ക് എന്റെ തന്നെ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയും. മൈക്രോ പ്രശ്നം പരിഹരിക്കണം പ്രൊഡ്യൂസർ, പറഞ്ഞോളൂ. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പറച്ചിൽ കേട്ടാൽ നമ്മൾ ഇവരെ ഈ സർക്കാർ പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളും അതേപടി നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് എന്ന തെറ്റിദ്ധാരണയൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം ചെറുപ്പക്കാർക്ക്, ഞാനൊരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായതുകൊണ്ട് പറയുകയാണ്, 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് 600 നടപ്പിലാക്കിയെന്നും പറയുന്നു. 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇനി ഇവിടെ ഒന്നിനും വിലക്കയറ്റം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റി നമ്മൾ കാണുന്നതല്ലേ. എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം ഉണ്ടാകും, ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കിയെന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത്. മാധുവിന്റെ പഞ്ചായത്ത് കളിസ്ഥലം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ പഞ്ചായത്തിനകത്ത് ഈ സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടൊരു കളിസ്ഥലം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. ബാക്കി ആരുടെയൊക്കെ ഉണ്ടെന്ന് അവരവർ തന്നെ പറയട്ടെ. അപ്പോൾ അതടക്കം ഒരുപാട് കാര്യങ്ങൾ ഇവർ വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തു പോകുന്നതല്ലാതെ അവർ നടപ്പിലാക്കാനുള്ള താല്പര്യമൊന്നും കാണിക്കാറില്ല. പക്ഷേ കേരളയിൽ ഇവർക്ക് മറ്റു ചില ഇൻസെൻറ്റീവുകൾ ഉണ്ടായിരുന്നു. ആ ഇൻസെൻറ്റീവാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. എനിക്ക് മനസ്സിലാകാത്തത് മാധു, ഈ കേരളത്തിൽ മാത്രം ഇത്രയും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ എവിടെ നിന്നാണ് കിട്ടുന്നത്? കഴിഞ്ഞ ദിവസം ഈ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ MD അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ വാദഗതി കണ്ടപ്പോഴാണ് ഇത്രയും ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ കേരളത്തിൻ്റെ DGP വെച്ചിരുന്നത് ലോക്നാഥ് ബെഹ്റ, തൊട്ടപ്പുറത്ത് അമിത്ഷായെ കയ്യാമം വെച്ച കന്ദസ്വാമിയെ അവിടെ കൊണ്ടുവന്നിരുത്തുമ്പോൾ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഗുജറാത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ചെയ്തു കൊടുത്ത പിന്നെ നമ്മുടെ ലോക്നാഥ് ബെഹ്റ ഇവിടെ നിയമിക്കുന്നു. അതടക്കം ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നതിൽ അൽക്കാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അതിനെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളാണ് അജിത് കുമാർ. അദ്ദേഹം പറയുന്നത്, അതായത് ഇന്നലെ ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് ബോധപൂർവ്വം തന്നെ പോകുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി പോലും പിന്മാറിയെന്ന് പരോക്ഷമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നത് അപ്പോൾ വാദത്തിന് വേണ്ടി ചോദിക്കാം, മുഖ്യമന്ത്രി പിന്മാറിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഒന്നിനും പിന്മാറുന്നു എന്ന് പറയുന്ന ഒരാളല്ല. EMCC കരാർ കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞു, പിന്മാറിയതായിട്ട് നമ്മൾ കേട്ടോ? ഇല്ല. പക്ഷേ സംഭവത്തിൽ എന്താ, യാഥാർത്ഥ്യത്തിൽ നടക്കുന്നില്ല. ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടത്. 2 സ്പ്രിംഗ്ലർ കരാറുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അത് പിന്മാറിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആ പദ്ധതി നടപ്പിലാക്കുന്നില്ല. പമ്പയിലെ മണല് അതവിടെ നിന്ന് ഊറ്റുമാറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉണ്ടോ? ഇല്ല. കാരണം എന്താ, അവർ പറയുന്നില്ല. അത് ബ്രൂവറി, ഡിസ്റ്റിലറി ആയാലും ഏത് വിഷയമായാലും ശരി തന്നെ അവരെ പിന്മാറിയെന്ന് പറയാൻ ഈ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർക്ക് ഒരു ഫോൾസ് ഈഗോ ഉണ്ട്. അപ്പം നരേന്ദ്രമോദിക്ക് പോലും ഉള്ളൊരു ഫോൾസ് ഈഗോ ഉണ്ട്. ആകെ അദ്ദേഹം പിന്മാറിയെന്ന് സംബന്ധിച്ചത് കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്, കർഷക നിയമങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ പൊതുവായിട്ടുള്ളൊരു ഫാഷിസ്റ്റ് പ്രവണതയാണ്. അവരൊക്കെ ഈ ഞങ്ങളുടെ ഒരു ഈഗോ എന്നതിന് മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ട് അവരത് പിന്മാറിയതായിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും തത്വത്തിൽ എന്താ സംഭവിച്ചത്? പിന്മാറിയിട്ടുണ്ട് ഇവർ. കാരണം എന്താ,
ഇവർ പറഞ്ഞു തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവർ പറഞ്ഞു നമ്മളിപ്പോൾ ഇതേ സംവാദവേദിയിൽ മാധു അടക്കമുള്ള ആളുകൾ ആങ്കർ ചെയ്ത ചർച്ചയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ ഇടതുപക്ഷ പ്രതികളോട്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു മഞ്ഞക്കല്ലെങ്കിലും ഇവിടെ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ചോദിച്ചു. ഞങ്ങൾ അടുത്ത ആഴ്ച ഇടുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മഞ്ഞക്കല്ല് കണ്ടിട്ടില്ല. സഹായത്തോടെ നടത്തിയ പ്രചാരണത്തിലൊക്കെ കേരളയിൽ വലിയ വിഷയമാണ്. അതായത് അതിന്റെ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ, നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ്. അപ്പോൾ പ്രചാരണത്തിൽ പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. അല്ല, ഞാനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഓഗ്മെന്റഡ് റിയാലിറ്റി അവതരിപ്പിച്ച സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ലിസി ആശുപത്രിയിൽ തന്നെ തിരിച്ചു പോയല്ലോ. ലിസി ആശുപത്രിയിൽ തന്നെ തിരിച്ചു പോകേണ്ടി വന്നല്ലോ. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു കരുത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എപ്പോഴും പറയാറുണ്ട് ഇത് കേരളത്തിൻ്റെ സ്വപ്നമാണെന്ന്. ഒരു സംസ്ഥാനത്തിൻ്റെ സ്വപ്നത്തെ ഭരണാധികാരി അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാരടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങി ഞങ്ങൾക്ക് കേരളയിൽ വേണ്ട എന്ന് പറയുമ്പോൾ, അല്ല ഇത് നിങ്ങളുടെ എല്ലാ സ്വപ്നമാണ്, ഇത് നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഫാഷിസ്റ്റ് ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യത്തിനുള്ള തിരിച്ചടിയായിരുന്നു തൃക്കാക്കര. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിച്ചു നിങ്ങൾ മഞ്ഞക്കല്ലിടാൻ തയ്യാറാണോ? തൃക്കാക്കരയുടെ ഒരു പ്രത്യേകത താങ്കൾക്കറിയാം. തൃക്കാക്കര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. 14 ജില്ലയിലെയും ആളുകൾ അവിടെ വന്ന് സ്ഥിരതാമസമാക്കി വോട്ടവകാശമുള്ള പ്രദേശം. അവർക്ക് കേരളത്തിന്റെ പരിച്ഛേദമായ പ്രദേശത്ത് അർബൻ കോൺസ്റ്റിറ്റ്യുവൻസി ഇവർക്കാണ്. ഇവർ ഈ പറയുന്ന കേരളയിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ഇവരാണ്. കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ പോകണമെന്ന് താല്പര്യമുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അർബൻ യൂത്ത്, അർബൻ ജനങ്ങൾ അവർ പറഞ്ഞു കേരളയിൽ വേണ്ട, കാരണം ഇത് വിനാശകരമായ പദ്ധതിയാണ്. കേരളത്തിന്റെ പരിസ്ഥിതിക്ക്, കേരളത്തിന്റെ സമ്പത്തിനൊക്കെ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് വേണ്ട എന്ന് ആ ജനങ്ങൾ പറഞ്ഞു. അതിന്റെ കൂടി റിഫ്ലക്ഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ജിയോ ടാഗിംഗ് എന്ന് പറഞ്ഞു. ജിയോ ടാഗിങ്ങും ഇല്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അതായത് ഇവർ കരാറ് കൊടുത്തിരുന്നു, സാമൂഹ്യ ആഘാത പഠനം നടത്താനായിട്ട് ചില ഏജൻസികൾക്ക് കരാറ് കൊടുത്തു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, തൃശ്ശൂർ ജില്ലയിലെ ആ കരാറിന്റെ കാലാവധി കഴിയുന്നു, 6 മാസം പൂർത്തീകരിക്കുന്നു. അപ്പൊ 6 മാസം കൊണ്ടൊരു സാമൂഹിക ആഘാത പഠനം പോലും നടത്തുവാൻ കഴിയാത്തൊരു സർക്കാർ, ആ സർക്കാർ ഈ 2026 ആണ്ടിൽ കേരളത്തിലൂടെ ഇങ്ങനെ ചീറിപ്പായുന്ന വേഗത്തിൽ കേരളയിൽ പോകുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. പിന്നെ സാമൂഹ്യ ആഘാത പഠനത്തിലൂടെ ഇവർക്ക് നന്നായിട്ട് ജനങ്ങളുടെ പൾസ് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. സാമൂഹ്യ ആഘാത പഠനത്തിന് ഇറങ്ങിയവർ രാഷ്ട്രീയ ആഘാതം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നന്നായിട്ട്. തൃക്കാക്കര അടക്കമുള്ള ഉദാഹരണങ്ങളിലൂടെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ജയിക്ക് പറയുന്നത് കേട്ടു, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് കേട്ടു, അതായത് ഞങ്ങൾക്ക് റെയിൽവേയുടെ അംഗീകാരം ഉണ്ടായിരുന്നു, കേന്ദ്രത്തിന്റെ ഇൻ പ്രിൻസിപ്പൽ അനുമതി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, റെയിൽവേ എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രീ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുമായിട്ട് മുന്നോട്ട് വരൂ. കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞത്? ഇൻ പ്രിൻസിപ്പൽ അനുമതി. ഏത് ഇൻ പ്രിൻസിപ്പൽ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അടുക്കളയിലേക്ക് കയറി അടുപ്പ് കല്ലിന്റെ നടുക്ക് കേരളയിലിന്റെ കുറ്റി സ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്ക് അവകാശം പര്യാപ്തമാക്കുന്ന ഏത് അനുമതിയാണ് നിങ്ങൾക്കുള്ളത്? ഏത് അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജനങ്ങളെ തല്ലിച്ചതച്ചത്? ഏത് അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജനങ്ങളെ വലിച്ചഴിച്ചത്? ഏത് അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഭീകരത പോലീസിനെ കൊണ്ട് നടപ്പിലാക്കിയത്? ഇപ്പൊ നിങ്ങൾ ഇരുചവി അറിയാതെ പരസ്യമായി പത്രസമ്മേളനത്തിലൂടെ പറയാതെ കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു നിമിഷം രാഹുൽ മാങ്കുളത്തിൽ ഏറെ പറഞ്ഞു, തുടർച്ചയായി പറഞ്ഞു, തീർച്ചയായും പരാതി ഉണ്ടാകും മറ്റുള്ളവർക്ക്. എനിക്ക് ഒരു നിമിഷം കൂടെ മതി. നമ്മൾ ഈ തർക്കിക്കുന്ന സമയം കൂടെ മതി. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം കൂടിയുള്ളൂ, അതിനും ജയിക്കാൻ മറുപടി പറയേണ്ടത്. അതായത് ഇപ്പോ ഞങ്ങൾ എന്തു വിധേനയും ഇതുമായിട്ട് മുന്നോട്ട് പോകും. ഇനി കേന്ദ്രം പണം തന്നില്ലെങ്കിൽ സംസ്ഥാനം തന്നെ സമാഹരിക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞൊരു പദ്ധതി നിങ്ങൾ കേന്ദ്രത്തിന്റെ പേരിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നട്ടാശ്ശേരിയില്, ചെങ്ങന്നൂരില്, മുളക്കഴയില്, കുണ്ടറയില് അടക്കമുള്ള പ്രദേശത്ത് ജനങ്ങളുടെ മുകളിൽ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുള്ള നിരവധി കേസുകളുണ്ട്. ആ കേസുകളുടെ അവസ്ഥ എന്താ? നിങ്ങൾ ജനങ്ങളെ റോഡിലൂടെ വലിച്ചഴിച്ചു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്. ആര് മറുപടി പറയും? അപ്പം നിങ്ങൾ ഈ പദ്ധതി പിൻവലിച്ചിട്ട് ഓടുമ്പോഴെങ്കിലും ജനങ്ങളുടെ മുകളിൽ നിങ്ങൾ അടിച്ചേൽപ്പിച്ച ആ കേസുകൾ പിൻവലിക്കാനുള്ള ആർജവെങ്കിലും ഈ സംസ്ഥാന സർക്കാരിന് ഉണ്ടോ എന്ന മറുപടി കൂടി സംസ്ഥാന സർക്കാരിന്റെ ആ പാർട്ടി ഞാൻ ഇടപെടുകയാണ്. ശ്രീ വി രാജേഷ്, പക്ഷേ അവിടെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഈ DPRുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ സാമൂഹ്യാഘാത പഠനമൊക്കെ നടത്തിയത് അപക്വമാണ് എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പറഞ്ഞു, ശരിയാണ്. പക്ഷേ BJPയുടെ ഒരു പ്രതിനിധി സംഘം ചെന്ന് കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ വാർത്താ സമ്മേളനത്തിലൂടെ അല്ല ഇതിന് ആത്യന്തികമായ ഒരു അഭിപ്രായ സ്വരൂപണം അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. അതൊരു ബദൽ രാഷ്ട്രീയമാണ്. ആ ബദൽ രാഷ്ട്രീയം കളിക്കുന്നത് അത്രത്തോളം ജനാധിപത്യത്തിൽ ഭൂഷണമാണോ? ഇത് കേന്ദ്ര സർക്കാരിന് പറ്റില്ല എങ്കിൽ ഇനി സംസ്ഥാനത്ത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഉണ്ടാകരുത്, DPRുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിന് മുൻപ് എന്നൊരു നിലപാട് സ്വീകരിക്കാമല്ലോ. അതായത് ജനാധിപത്യത്തിന് തികച്ചും ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്, അത് കോൺഗ്രസ് ഭരിക്കട്ടെ, BJP ഭരിക്കട്ടെ, മറ്റാരോ ഭരിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികൾ അപ്പോയിൻമെൻറ്റ് തന്നു കഴിഞ്ഞാൽ കാണാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയെക്കുറിച്ച്, ആ സംസ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങൾ, ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. പക്ഷേ ഏതെങ്കിലും ഒരു പദ്ധതി വേണമെന്ന് പറഞ്ഞല്ല, സംസ്ഥാന സർക്കാർ സ്വപ്ന പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് ഈടുവെപ്പാണെന്ന് പറഞ്ഞൊരു പദ്ധതി വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയാണ് ആ ചർച്ച നടന്നതെങ്കിൽ അത് ഭൂഷണമാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ശ്രീ ജേക്സി തോമസ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെയല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ അനുമതി അടക്കം നൽകിയെന്ന്. അല്ല, മറ്റ് രണ്ടുപേരും പറഞ്ഞപ്പോൾ മിനിറ്റുകളോളം പറഞ്ഞപ്പോഴും മാധു ഇടപെട്ടില്ല. ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഇടപെടാനാണെന്നുണ്ടെങ്കിൽ ബാക്കി മുഴുവൻ സമയം മാധു സംസാരിച്ചോളൂ. പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടു, രാജേഷ് പറഞ്ഞപ്പോഴും ഞാൻ ഇടപെട്ടു, സമയം തരുമെന്ന് ഞാൻ സംസാരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ ഇടപെടേണ്ട എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയപ്പോൾ ഇടപെട്ടു. അങ്ങേക്ക് തുടരാം. അല്ല, ഞാൻ പറയുമ്പോൾ താങ്കൾ ചോദിക്കുന്ന ഉത്തരം പൂർത്തിയാക്കാൻ സമയം തരുമെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. അല്ല, താങ്കൾ അനവസരത്തിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാൻ, താങ്കൾ സംസാരിച്ചോളൂ. അതായത് ഞങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ, കേന്ദ്രമന്ത്രി അവിടെ ഈ പ്രദേശത്ത് യാത്ര ചെയ്തു, ഞങ്ങളൊക്കെ തന്നെ നിരവധി ദിവസം ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയുമായിട്ട്, കേന്ദ്രമന്ത്രിയുമായിട്ട് പങ്കുവച്ചു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ സമൂഹത്തോട് പറഞ്ഞു. അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായ സിൽവർ ലൈൻ കേരളത്തിൽ പ്രായോഗികമില്ല, നടപ്പിലാക്കില്ല. എന്നാൽ കേരളത്തിൽ റെയിൽ ഗതാഗതത്തിൻ്റെ വേഗം കൂട്ടുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഇത് ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ ഗവൺമെൻറ് മുമ്പാകെ വെച്ചു. ഞങ്ങൾക്ക് എന്താ വെച്ചുകൂടി? അത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ LDFിൻ്റെ പ്രതിനിധി കുറേ കാര്യങ്ങൾ, കുറേ ടെക്നിക്കാലിറ്റീസുകളിലേക്ക് പോയി. ഞാൻ ആ ടെക്നിക്കാലിറ്റികളിലേക്ക് പോകുന്നില്ല. കാരണം അത് ഞാൻ പറഞ്ഞാൽ അത് 100% ശരിയായിരിക്കില്ല. കാരണം എൻ്റെ ജോലി റെയിൽവേ എഞ്ചിനീയറിംഗ് പഠിക്കുകയല്ല. അതിന് വിദഗ്ധരായിട്ടുള്ള വ്യക്തികളുണ്ട്, അതിന് റെയിൽവേ ബോർഡുണ്ട്, റെയിൽവേ മന്ത്രാലയമുണ്ട്, അതവർ ചെയ്തുകൊള്ളും. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഞങ്ങൾ ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് ഞങ്ങൾ ഇന്നിവിടെ പങ്കുവച്ചത്. മറ്റൊന്ന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രാഷ്ട്രീയം തന്നെ ഞാൻ പറയാം. അതിൽ എനിക്ക് തോന്നുന്നു LDFിൻ്റെ പ്രതിനിധി പ്രകോപിതനായി. കാരണം ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത്? അദ്ദേഹം വിദേശ എംബസികളുടെ കാര്യത്തിൽ ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ എംബസിക്ക് കത്തെഴുതുന്നു, നേരിട്ട് എംബസി ഉദ്യോഗസ്ഥന്മാരുമായിട്ട്, അംബാസഡർമാരുമായിട്ട് സംസാരിക്കും. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മുടെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഒരിക്കലും ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതല്ല, ചെയ്യാൻ പാടുള്ളതല്ല. അത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴി മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ. ഈ ഇൻ പ്രിൻസിപ്പൽ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞു. ഞാനത് പൂർത്തിയാക്കട്ടെ. മഞ്ഞക്കല്ല് കൊണ്ടുവന്ന്, ഞാൻ നിർത്തൂ, മഞ്ഞക്കല്ല് കൊണ്ടുവന്ന് ജനങ്ങളുടെ വീട്ടിലിടാൻ വേണ്ടി ഇവർക്ക് ഏത് ഗവൺമെൻറ് അധികാരം കൊടുത്തത്? ഹൈക്കോടതി ചോദിച്ചില്ലേ? ഇവരെന്താ മറുപടി പറഞ്ഞത്? അപ്പോൾ ഇല്ലാത്ത അധികാരങ്ങൾ ഇല്ല. ഇപ്പോൾ സംസ്ഥാന പാതകളുടെ കുഴിയടക്കുക നിങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്, നിങ്ങൾ ചെയ്തോളൂ. ഇപ്പോൾ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുക നിങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്, നിങ്ങൾ ചെയ്തോളൂ. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പോലീസിനെ നേരെ കൊണ്ട് നടത്തുക. AK സെൻറ്ററിലെ ബോംബ് എറിഞ്ഞ കേസിൽ, അല്ലെങ്കിൽ പന്നിപ്പടക്കം എറിഞ്ഞ കേസിലെ പ്രതികളെ പിടിക്കുക നിങ്ങളുടെ അധികാരത്തുള്ള കാര്യമാണ്, അത് നിങ്ങൾ ചെയ്തോളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാനുള്ളപ്പോൾ തങ്ങൾക്ക് അധികാരമില്ലാത്ത കാര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യാനും വേണ്ടി എടുത്തു ചാടുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് കേരള മുഖ്യമന്ത്രി വരുത്തി വച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തത് ഒന്ന് കുടിയൊഴിപ്പിക്കൽ പ്രശ്നം, മറ്റൊന്ന് ഇതിൻ്റെ ആദ്യ ഘട്ടമെങ്കിലും നടപ്പിലാക്കുമെന്നൊരു പ്രതീതി വരുത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലോൺ സംഘടിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലുൾപ്പെടെ ചെലവില്ലാതെ കിടക്കുന്ന മൂന്നാംകിട മെറ്റീരിയൽ കേരളത്തിൽ ഇറക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ലഭിക്കുന്ന വളരെ വലിയൊരു തുകയുടെ കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ ഇവരുടെ പോക്കറ്റിലേക്ക് പോകും. അത് കേരളത്തെ മറ്റൊരു ശ്രീലങ്കയാക്കി മാറ്റും. ഇത് കേരളത്തിൻ്റെ ആശങ്കയാണ്. ഈ ആശങ്ക രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഈ ആശങ്ക ഞങ്ങൾ കേന്ദ്രമന്ത്രിയുമായിട്ട് പങ്കുവയ്ക്കുന്നു, ഞങ്ങൾ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വവുമായി പങ്കുവയ്ക്കുന്നു. ഇത് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊന്നുകൂടി ഇന്ന് നേടിയിട്ടുണ്ട് മാധു. കഴിഞ്ഞ BJP സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നേമം റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വികസനത്തിന് വേണ്ടി തറക്കല്ലിട്ടിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തില്ല. ഇപ്പോഴത്തെ മന്ത്രി നേമം MLA കൂടി ആയിട്ടുള്ള ശ്രീ ശിവൻകുട്ടിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ അവിടെ ശക്തമായിട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഭൂമി ഏറ്റെടുക്കലിനെ തടഞ്ഞു വെച്ചതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കേണ്ട പദ്ധതി നടപ്പിലാക്കാത്തത്. ഒടുവിൽ സംസ്ഥാന സർക്കാർ ഒരു താല്പര്യവും കാണ്ടാത്തതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള വേഗത കുറഞ്ഞു. എന്നാൽ ഇന്ന്
ഞങ്ങൾ വളരെ സജീവമായിട്ട് മന്ത്രിയോട് ഈ കാര്യങ്ങൾ ഉന്നയിച്ചു, ചർച്ച ചെയ്തു, നിവേദനം കൊടുത്തു. ഉടൻ തന്നെ തീരുമാനം വന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജയശങ്കർ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്ലാൻഡ് പ്രോഗ്രാമിൽ ഇല്ലാതിരുന്നിട്ട് പോലും നിയമത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ റെയിൽവേ വികസനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ അദ്ദേഹം നിയമത്ത് വന്നു. നിയമം സന്ദർശിച്ചതിന് ശേഷം അന്ന് തന്നെ അദ്ദേഹം ശ്രീ അശ്വിനി വൈഷ്ണവുമായി സംസാരിച്ചു. ഞങ്ങൾ അശ്വിനി വൈഷ്ണവിന് കത്തെഴുതി. ഇന്ന് അദ്ദേഹത്തെ കണ്ട് ഫൈനൽ മെമ്മോറാണ്ടം കൊടുത്തു. തീരുമാനമായി. നിയമം വികസനത്തിന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവിറങ്ങും. അത് ഒരു 380-400 കോടി രൂപയ്ക്ക് അവിടെയാണെങ്കിൽ എപ്പോഴും പോകാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അജണ്ടയിൽ ഇല്ലെങ്കിലും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആ സാധ്യതകളൊക്കെ ഇതിന് മുൻപും പ്രയോജനപ്പെടുത്താമായിരുന്നു. ഏതാണ് ജയശങ്കർ അങ്ങനെ അജണ്ട മാറ്റി വെച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊക്കെ ഉണ്ടോ? ശ്രീ വി മുരളീധരന് നേരിട്ട് പോയി സംസാരിച്ചാൽ പോരെ? അജണ്ട മാറ്റിവെച്ചുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ സമയം കണ്ടെത്തി. വി മുരളീധരനാണ് ഈ വിഷയം വന്നപ്പോഴേക്കും ആദ്യം ഐശ്വര്യ വൈഷ്ണവിനെ കണ്ടത്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിൽ നിന്ന് ഈ വിഷയം പഠിക്കുവാൻ വേണ്ടി ആളിനെ വി മുരളീധരൻജി രാജ്യസഭയിൽ ചർച്ച വന്ന നെക്സ്റ്റ് ഡേ അശ്വിനി വൈഷ്ണവിനെ കണ്ടതിൻ്റെ മെമ്മോറാണ്ടം കൊടുത്തതിൻ്റെയൊക്കെ കോപ്പിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ റെയിൽവേ മന്ത്രാലയ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു. അതിന് വേഗത കൂട്ടുവാൻ വേണ്ടിയാണ് ജയശങ്കറിനെ ഞങ്ങളവിടെ കൊണ്ടുപോയത്. ഞങ്ങൾ ഇന്ന് അശ്വിനി വൈഷ്ണവ്ജിയെ ഞങ്ങൾ കണ്ടത്. അപ്പോൾ സംസ്ഥാന സർക്കാരും LDFും കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിൽ വളരെയധികം അമാന്തിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വേഗത കൂട്ടാൻ വേണ്ടിയാണ് കേന്ദ്രമന്ത്രിമാർ യാത്ര ചെയ്തത്. ഞാൻ പറയട്ടെ, ശ്രീ ജയശങ്കർജി കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ആനുകൂല്യം ലഭിച്ചവരുടെ ഒരു യോഗം വിളിക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് ജയശങ്കർജിയുടെ ഓഫീസിൽ നിന്ന് കത്തെഴുതിയിരുന്നു. ചീഫ് സെക്രട്ടറി ആ ഡയറക്ഷൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് അങ്ങനെ ഒരു യോഗം വിളിക്കേണ്ടതില്ല എന്നുള്ള ഡയറക്ഷനാണ് കൊടുത്തത്. ആ ഗുണഭോക്താക്കൾ ഒരുമിച്ച് വന്നിരുന്നുവെങ്കിൽ അവർക്ക് ഇനി ഏതൊക്കെ മേഖലയിലാണ് സഹായം വേണ്ടതെന്ന് ജയശങ്കർജിയോട് നേരിട്ട് അവർക്ക് സംവദിക്കാമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് ചേരുമ്പോഴേക്കും കേരളത്തിന്റെ വികാരം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ പെടുന്നതുമല്ല. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ പദ്ധതികളുടെ ഗുണഫലം ലഭിക്കുന്നവർ കേരളത്തിലെ മുഴുവൻ ആളുകളാകണം, രാജ്യത്തെ മുഴുവൻ ആളുകളാകണം. അതിനൊരു പ്രത്യേക എല്ലാവരിലേക്ക് പോയി മറുപടി പറയേണ്ടതുകൊണ്ട് സമയത്തിന്റെ പേരിൽ ഇനി പരാതി പറയരുത്. ജെക്സി തോമസ്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനൊരു നിഷേധാത്മക നിലപാടുണ്ട് എന്നുള്ളതാണ് ശ്രീ വി രാജേഷ് ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. റെയിൽവേ മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തെ റെയിൽ പ്രശ്നങ്ങളുമായി റെയിൽ ഗതാഗതവുമായി ആദ്യഘട്ടം പൂർത്തിയാക്കുള്ളതാണ് താങ്കൾ പറഞ്ഞത്. അല്ലല്ല, അങ്ങേക്ക് ഒരു അവസരം കൂടി തന്നതിനു ശേഷമാണ് ഞാൻ ഈ ഘട്ടം പൂർത്തിയാക്കിയത് എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരിലേക്ക് ഓരോ തവണയേ പോയുള്ളൂ. അങ്ങേക്ക് മറുപടി പറയേണ്ട വിഷയമായതുകൊണ്ട് അങ്ങേലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയെന്നാണ് പറഞ്ഞത്. അങ്ങ് സമയത്തിന്റെ പേരിൽ പരാതി പറയരുതെന്ന്. ശ്രീ ജെക്സി തോമസ്, ഇപ്പോൾ റെയിൽ മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്ത് റെയിൽ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വേഗമുള്ള റെയിൽ സൗകര്യം പ്രാവർത്തികമാക്കാൻ കേന്ദ്ര സർക്കാരിന് റെയിൽവേ മന്ത്രാലയത്തിന് മുന്നിൽ പദ്ധതികളുണ്ട്, പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പദ്ധതികളുണ്ട്. നേരത്തെ ശ്രീ ജെക്സി തോമസ് പറഞ്ഞതും മുഖ്യമന്ത്രി മുൻപ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതും സംസ്ഥാനത്ത് കേരളയിലൊരു ബദലില്ല, കേരളയിലല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്നാണ്. അതായത് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങൾ ഒരേ മനസ്സോടുകൂടിയാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും റെയിൽവേ വികസനത്തിന്റെ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ഘടകവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാനും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും കഴിയുന്നത്? ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. തൊട്ടു മുമ്പ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഭാഗികമായ ഒരു അംശം ഈ കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ കേരളം നടപ്പിലാക്കുന്നതിൽ ബോധപൂർവമായ ഒരു അലംഭാവമുണ്ടോ എന്നുള്ളതായിരുന്നു ഭാഗികമായ ഒരു അംശം. അതിൻ്റെ പൂർണ്ണതയിലുള്ള മറുപടി വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിനിധിക്കും BJP പ്രതിനിധിക്കുമുള്ള മറുപടിയിൽ ഒരു അംശം കൂടെ ആയിരുന്നു മാറുന്നുണ്ട്. എന്തായാലും ദീർഘസമയമെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിനിധി അല്പം വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടുകൂടെ ആകാം. ഇവർ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയവരല്ലേ? ഇവർ എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഇവർ നടപ്പിലാക്കിയിട്ട് പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു പദ്ധതിയുടെ അനുഭവം നമുക്കുണ്ടോ എന്ന് തുടങ്ങി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തോറ്റമ്പി ഇപ്പോൾ തിരികെ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഞാൻ അദ്ദേഹം ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ബഹുമാനായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഓർമ്മിക്കേണ്ടതില്ലേ, വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ജനങ്ങളെ പറ്റിച്ചവരാരായിരുന്നു? ജനങ്ങൾ ആ പറ്റിച്ച ആളുകളെ തിരിച്ചറിഞ്ഞ് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട വന്നവർ ആരായിരുന്നു? അങ്ങ് ഓർമ്മിക്കേണ്ടതില്ലേ? യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അവകാശമായ സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപ മാത്രമുണ്ടായിരുന്നപ്പോൾ അത് കൊടുക്കാതെ 6 മാസക്കാലം ജനങ്ങളെ പട്ടിണിയിലിട്ട്
ട്രഷറിയുടെ മുമ്പിൽ ക്യൂവിൽ നിർത്തി. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, നമ്മളുടെ സംവാദത്തിന് നേതൃത്വമാകുന്ന മാതൃഭൂമി ന്യൂസിന്റെ അച്ചടി മാധ്യമമായ മാതൃഭൂമി ദിനപത്രം, അതിന്റെ 1-ാം പേജിലെ 2016 ആണ്ട് 2-ാം മാസത്തിലെ വാർത്ത എന്ന് പറയുന്നത് 6 മണിക്കൂർ ട്രഷറിയിൽ നിന്ന് 600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുവാൻ, കുടിശ്ശിക തീർത്ത് കിട്ടുവാൻ ക്യൂ നിൽക്കേണ്ട വന്നതിനെ തുടർന്ന് ശയ്യാവലംബിയായി മാറേണ്ട വന്ന, മൃതപ്രായനാകേണ്ട വന്ന ചങ്ങനാശ്ശേരിക്കാരനായ ഒരു വയോധികന്റെ വാർത്തയുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോൾ അങ്ങ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വാർത്തയെടുത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഒന്ന് പരിശോധിക്കണം. ഏത് ജനങ്ങളുടെ 600 രൂപ കൊടുക്കാതെ പിടിച്ചു വെച്ച് അവരെ മരണാശയ്യായി മാറ്റിയവരാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അതിന്റെ തുടർച്ചയിലാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അങ്ങ് മാനിഫെസ്റ്റോയെ കുറിച്ച് പറഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു പ്രേക്ഷകരുടെ മുമ്പിൽ ഇതൊന്ന് വിശദീകരിക്കാൻ. 600 രൂപ നിങ്ങൾ കൊടുക്കാതിരുന്നത് ഞങ്ങൾ കൊടുക്കും, വർഷം 100 രൂപ വർദ്ധിപ്പിക്കുന്നുള്ളതായിരുന്നു വാഗ്ദാനം. 2021 ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവേ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്തപ്പോഴുണ്ടല്ലോ, 600 100 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 1100 ആകേണ്ടത്. പക്ഷേ കേരളത്തിൽ 60 ലക്ഷം ജനങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിയ സംഖ്യ എത്രയാണെന്ന് അറിയാവോ? 1600 രൂപ. അതായത് അതിന്റെ വർധനവിന്റെ ഇരട്ടി നടത്തിയ അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇല്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കാരണം മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിക്കാം. വാഗ്ദാനങ്ങളുടെ പെരുമഴയെ സംബന്ധിച്ച്, അദ്ദേഹം കളിക്കളങ്ങളെ സംബന്ധിച്ച്, മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ച്, പഞ്ചായത്തിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളതാണ്. അല്ലാതെ അതിലേക്ക് ചർച്ച പോകുന്ന അനീതിയാണ്. ഒരു വിഷയമുണ്ട്, ഒരു ദിവസം ഒരു ചർച്ചയ്ക്ക് അതിൽ നിന്നുകൊണ്ട് പറയണം. അതിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് പിഴച്ചെങ്കിൽ അങ്ങും ആ പിഴവ് ആവർത്തിക്കരുത്, അത് അവസാനിപ്പിക്കണം. അപ്പൊ അദ്ദേഹം ഒരു കള്ളം പറഞ്ഞാൽ നിഷ്കളങ്കരായ നമ്മുടെ പ്രേക്ഷകർ വേണമെങ്കിൽ അയ്യോ അയാൾ പറഞ്ഞത് സത്യമല്ല എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ആ കള്ളത്തെ തുറന്നു കാട്ടുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് അങ്ങയുടെ മറുപടിയിലേക്കും വരാം. അദ്ദേഹം ദേശീയപാതയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ഒന്ന് ഓർമ്മിക്കണം. ഞാൻ ഈ കേരളയിൽ പദ്ധതിയുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു എന്ന അവതാരകയ്ക്ക് പൊള്ളലേൽക്കേണ്ട കാര്യമില്ല. ദേശീയപാതയുടെ അനുഭവം എന്തായിരുന്നു? 2013 ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ 1-ാം പേജിലെ വാർത്ത, NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 2013 കാലം. നമ്മൾ ഓർമ്മിക്കണം, കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് ആരാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഓർമ്മിക്കണം. 2013 കാലയളവിൽ അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം പ്രസിദ്ധീകരിച്ച വാർത്തയുടെ തലവാചകം, NHAI മേ അബാൻഡൻ കേരള, ചാണ്ടി ഫീൽഡ് സ്കൂൾ. നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തെ നിരോധിക്കും. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി വളരെ സത്യസന്ധമായും സന്തോഷത്തോടു കൂടെയും ഇരിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്തയാണ്. എങ്ങനെ കാലം മാറിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് നമ്മുടെ കാസർഗോഡ് മുതൽ എറണാകുളം വഴി തിരുവനന്തപുരം വരെയുള്ള ഇതൊക്കെ കേട്ടതാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ. സിംഹഭാഗവും അതിനു വേണ്ടിയാണ് ചിലവഴിച്ച്. ദയവ് ചെയ്ത് വിഷയത്തിലേക്ക് വരണം. കേട്ടതും കണ്ടതുമാണ് അങ്ങ് പറയും. കേട്ടതാണെങ്കിൽ അങ്ങ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഒന്ന് കണ്ടതുമാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഒന്ന് തിരുത്തണമായിരുന്നു. ഇത് വാഗ്ദാനം കൊടുത്ത ആളുകളല്ല. ആദ്യമായി ഒരു കാര്യം പറയുമ്പോൾ അങ്ങ് സംസാരിച്ചപ്പോഴും ശ്രീ വി രാജേഷ് പറഞ്ഞപ്പോഴും ആദ്യമായി ഞാൻ ഇടപെട്ടില്ല, രണ്ടാമത് വന്നപ്പോഴാണ് ഇടപെട്ടത്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിന് അങ്ങ് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അങ്ങ് ഇതിലേക്ക് വരൂ. ഘടകവിരുദ്ധമായ നിലപാട് റെയിൽ വികസന സാധ്യതയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് സാധാരണക്കാരനെ ഇപ്പോൾ രാഷ്ട്രീയത്തിന് അപ്പുറമാണ് വികസന കാഴ്ചപ്പാടെന്ന് മനസ്സിലാക്കേണ്ടത്? ആ ചോദ്യത്തിന് കൂടെയുള്ള കേരളീയ അനുഭവത്തിലുള്ള മറുപടിയാണ്. മുടങ്ങിക്കിടന്ന ദേശീയപാത എങ്ങനെ പൂർത്തിയാക്കപ്പെടാൻ വേണ്ടി പോകുന്നു, ഗെയിൽ പദ്ധതി എങ്ങനെ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു, അതോടൊപ്പം തന്നെ എടമൺ കൊച്ചി പവർ ഹൈവേ കേരളത്തിൽ 2020 എങ്ങനെ യാഥാർത്ഥ്യമായി, ഇതൊക്കെ കേന്ദ്ര സർക്കാർ പദ്ധതികളായിരുന്നു. BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി, ഈ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് നേരെ ബോധപൂർവമായ അലംഭാവം, കുറ്റകരമായ ഒരു അലംഭാവമാണ് കേരളം കാണിക്കുന്നതെന്ന്. കേരളത്തിന്റെ അനുഭവം എന്താണ്? കേരളത്തെ ഒരു ശത്രു രാജ്യം എന്നതുപോലെ, അതായത് നമ്മളുടെ ദുരന്താനുഭവങ്ങളുടെ പൂർവ്വകാലം നമ്മുടെ മുമ്പിലുണ്ട്. സന്തോഷ് ചിക്കാനത്തിന്റെ കഥയുണ്ട് കൊമാലയിൽ പറയുന്നത് മരിച്ചവരുടെ നാടായിട്ടാണ് കഥാകാരൻ കൊമാലയെ ചിത്രീകരിക്കുന്നത്. കേരളത്തിലും രാജ്യത്തുമുള്ള BJPക്കാർക്ക് കേരളം ഒരു കൊമാലയായി മാറണമെന്ന ആഗ്രഹത്തിൽ നടക്കുന്നവരാണ്. സാഡിസ്റ്റ് മനോഭാവത്തോടു കൂടെ കേരളത്തെ കാണുന്നവരാണ്. അതുകൊണ്ടാണ് ഈ റെയിൽ പദ്ധതിക്ക് തുരങ്കം വെക്കുന്നതെന്ന് മാത്രമല്ല, അങ്ങയുടെ ഓർമ്മയിൽ അങ്ങ് കാണേണ്ടത്, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു സംസ്ഥാനം ദേശീയപാത 8 വരിയാക്കുന്നതിന് 5500 കോടി രൂപയിൽ അധികം അങ്ങോട്ട് കൊടുക്കേണ്ട വരികയാണ്. നമ്മളുടെ നികുതി പണമാണ്. ആ പൈസ എടുത്ത് വാങ്ങി വെച്ചിട്ടാണ് ഈ ദേശീയപാത വികസനം കേരളത്തിൽ
നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്? ഇതെന്ത് മനോഭാവം കൊണ്ടാണ്? പിന്നെ ഏതോ കേന്ദ്രമന്ത്രി ഇങ്ങോട്ടേക്ക് മെയിൽ അയച്ചു, മറുപടി അയച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ BJP പ്രതിനിധി ചർച്ചയിലിരുന്നു കൊണ്ട് ആരോപിക്കുന്നത്. എൻ്റെ ബഹുമാനിയനായ BJP പ്രതിനിധി, അങ്ങയുടെ കേന്ദ്രമന്ത്രി പാലത്തിന്റെ പണി പരിശോധിക്കാൻ വന്നല്ലോ. ആ കഴക്കൂട്ടം റീച്ചിന്റെ ലാൻഡ് അക്വിസിഷൻ തുക കൊടുത്തത് ആരാണെന്ന് അങ്ങേക്ക് അറിയാവോ? അങ്ങ് നഗരസഭാ കൗൺസിലർ അല്ലേ? അങ്ങ് ഓർമ്മിക്കേണ്ടത് അതിന്റെ ലാൻഡ് അക്വിസിഷൻ തുക കൊടുത്തത് ഈ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരാണ്. കേരളത്തിലെ നികുതി പണമാണ് കേന്ദ്രം അങ്ങോട്ടേക്ക് വാങ്ങിയത്. അങ്ങ് ഓർമ്മിക്കണം. പിന്നെ അങ്ങയുടെ കേന്ദ്രമന്ത്രി നല്ല ഈടുള്ള റോഡും പാലവും ഒക്കെ കാണണമെങ്കിൽ കേരളത്തിൽ വരണമായിരിക്കും. ഇന്നലെ ഭോപ്പാലിൽ കണ്ടു NH ദേശീയപാത ഒറ്റ മഴയ്ക്ക് ഉയർന്നൊലിച്ച് പോകുന്നത് നമ്മുടെ രാജ്യത്ത് കാണുകയുണ്ടായി. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ കാണണമെങ്കിൽ കേരളത്തിൽ വരണമായിരിക്കും. പക്ഷേ അദ്ദേഹം തുടർച്ചയിൽ പറയുകയുണ്ടായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കോഫിനാൻസിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ലാൻഡ് അക്വിസിഷൻ ആൻഡ് അതർ ക്ലിയറൻസ് മേ എക്സ്പീഡിയേറ്റഡ് ബൈ PIA തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് കത്തുകളൊന്നുമല്ല വിഷയം. ഇപ്പോഴും ജയ്ക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നില്ല. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമാണോ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഒക്കെ വികസനത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ BJPയുടെ ഒരു പ്രതിനിധി സംഘം ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിന്റെ ഈ കൺസേൺ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട മന്ത്രിയുമായി ചർച്ച നടത്തി പ്രഖ്യാപിക്കേണ്ടതാണോ ഇവിടുത്തെ വികസന നയം? അവതാരിക എൻ്റെ മറുപടി ശ്രദ്ധിച്ചു എന്ന് തോന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയമല്ല എങ്കിൽ മറ്റെന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് കേരളം ഒഴികെ ഒരു സംസ്ഥാനത്തോടും കാണിക്കാത്ത സമീപനം ദേശീയപാത വികസനത്തിൽ കേരളത്തോട് കാണിച്ചത്? ഇന്ത്യ രാജ്യത്ത് കേരളം ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ദേശീയപാത വികസനം കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വരുമ്പോൾ നമ്മൾ 5600 കോടി രൂപ അങ്ങോട്ട് കൊടുക്കണം. ഇത് രാഷ്ട്രീയമല്ലേ? അങ്ങ് പരിശോധിക്ക്. ഗെയിൽ പദ്ധതിയുടെ കാര്യത്തിൽ രാഷ്ട്രീയമല്ലേ? അങ്ങ് പരിശോധിക്ക്. ഇടമൺ കൊച്ചി പവർ ഹൈവേയുടെ കാര്യത്തിൽ രാഷ്ട്രീയമല്ലേ? അങ്ങ് പരിശോധിക്ക്. കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ ഈ തിരുവനന്തപുരത്ത് ഇദ്ദേഹം കൗൺസിലർ ആയിരിക്കുന്ന ഈ തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എന്ന് പറയുന്ന സ്ഥാപനം വിൽക്കാൻ വെച്ചു. നമ്മൾ രേഖാമൂലം ആരുടെയും തറവാട്ടിൽ നിന്നുള്ള കത്തു സ്വീകരിച്ച് ഓശാനിച്ച് പുറകുവഴിയല്ല ചെന്നത്. നമ്മൾ രേഖാമൂലം പണം നൽകി ഹിന്ദുസ്ഥാൻ ലാറ്റക്സിനെ ഏറ്റെടുക്കാൻ തയ്യാറായി. എന്താ കേന്ദ്ര സർക്കാരിന്റെ സമീപനം? കേരളമുണ്ടെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കേണ്ട. കാസർഗോഡ് ബെല്ല് ഇവർ വിൽക്കാൻ വെച്ചു, നമ്മൾ വാങ്ങി. ഇത് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? ശരി ശ്രീ ജയ്ക്ക് ഞാൻ ഇടപെട്ടുകൊള്ളട്ടെ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പോൾ ഈ ഒരു ബദൽ പദ്ധതി പ്രഖ്യാപിക്കാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ MP-മാരുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് BJPയുടെ പ്രതിനിധി സംഘം വ്യക്തമാക്കിയത്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ളത് കോൺഗ്രസിന് തന്നെയാണ്, UDF-നുമാണ്. അപ്പോൾ എന്തായിരിക്കും കോൺഗ്രസും UDF-ഉം സ്വീകരിക്കുന്ന നിലപാട്? ബദൽ പദ്ധതി മതിയെന്നാണോ, കേരയിൽ മതിയെന്നാണോ? അതായത് മൂന്നാമതൊരു പാളം വരികയും 130 കിലോമീറ്റർ വേഗത്തിൽ യാത്ര സാധ്യമാവുകയും ചെയ്യുന്ന ഒരു ബദൽ പദ്ധതി കേന്ദ്രം അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിനിധി സംഘം പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ. അങ്ങനെ പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും കോൺഗ്രസ് നയം, നിലപാട്? അതവിടെ നിൽക്കട്ടെ മാധു. ഈ ഒരു ഡിസ്കഷൻ ഡിബേറ്റിലെ റഫറി ആയാൽ മതി. അതിനകത്ത് ജയ്ക്കിനോടൊപ്പം പാസ് അല്ല, ഞാൻ പറയട്ടെ, ജയ്ക്ക് പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെട്ടില്ലല്ലോ. ഇനിയും താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രതിപക്ഷത്തിന്റെ ജോലി ആരോപണം ഉന്നയിക്കലല്ലേ എന്നുള്ളതായിരുന്നു താങ്കളുടെ മറുപടി, സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് ജയ്ക്കിന് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസുകൾ താങ്കൾ കൊടുക്കണം. ഇനി അത് വെറുതെ ആരോപണമായിട്ട് അല്ല. ഞാൻ പറയട്ടെ സാറേ, ഞാൻ പറയട്ടെ മാഡം, ഞാനൊന്ന് പറയട്ടെ. ഞാനത് താങ്കളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ധ്വനിയുണ്ട്. അതായത് ഞാനെന്തോ വ്യാജമായി പറഞ്ഞതാണെന്ന്. അങ്ങനെയാണെങ്കിൽ മാധു എന്നെ, ഞാൻ പറയുന്ന ഒരു 10 കാര്യങ്ങളെ തൽക്കാലം പറയുന്നുള്ളൂ സമയപരിധി കാരണം, 600 അതെല്ലാം നടപ്പിലാക്കിയൊന്ന് മാധു ഒന്ന് പറഞ്ഞാൽ മതി. ഇവിടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഒന്നാമത്തെ വാഗ്ദാനം, പിന്നെ അദ്ദേഹം എൻ്റെ നിലവാരം അളക്കുന്ന മാവിനിയുമായിട്ടൊക്കെ വന്നു. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ജയിക്കിൻ്റെ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും കലർന്നിട്ടുള്ള ഒരു ഭാവം ഉണ്ടല്ലോ, അതിനെ അങ്ങനെ തന്നെ ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും ഇവരുടെ ഒന്നാമത്തെ വാഗ്ദാനമായിരുന്നു. മാധുവിൻ്റെ അറിവില് മാധ്യമപ്രവർത്തകയാണല്ലോ, അത്യാവശ്യം റിസർച്ച് വർക്കൊക്കെ നടത്തുന്നുണ്ടല്ലോ. 25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ടോ മാധു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം? അങ്ങനെയാണെങ്കിൽ PSCയുടെ നിരന്തരമായ സമരത്തിന്റെ പേരിൽ മാധുവിന് ചർച്ചകൾ നടത്തേണ്ടി വരില്ലായിരുന്നല്ലോ, പിൻവാതിൽ നിയമനങ്ങളെ പറ്റിയിട്ട് സംസാരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. PSC ഉദ്യോഗാർത്ഥികൾ പിച്ചെടുക്കുന്ന കാഴ്ചയുണ്ടായത്, മുട്ടിലെഴയുന്ന കാഴ്ചയുണ്ടായത് ഈ സർക്കാരിന്റെ കാലത്തല്ലേ? മാധു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ? ഒന്നാമത്തെ കാര്യം. ആമ്പല്ലൂരിലെ വ്യവസായ മന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വ്യവസായ പാർക്ക് വന്നിട്ടുണ്ടോ മാധു? രണ്ടാമത്തെ വാഗ്ദാനമായിരുന്നു. ലേബർ ബാങ്ക് എല്ലാ പഞ്ചായത്തിലും കൊണ്ടുവരും. ഈ ജയിക്കിന്റെ പഞ്ചായത്തിൽ ലേബർ ബാങ്ക് ഉണ്ടോ? എന്തായാലും എൻ്റെ പഞ്ചായത്തില്ല. മാധുവിന്റെ പഞ്ചായത്തിലുണ്ടെങ്കിൽ മാധു പറയണം. ഇവർ പറഞ്ഞ വാഗ്ദാന ലേബർ ബാങ്ക്. വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കും. മാധു ഉണ്ടല്ലോ, തലസ്ഥാന നഗരിയിൽ ഉണ്ടല്ലോ. വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിച്ചോ മാധു? പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മാധു ഒന്ന് പറഞ്ഞു തന്നാൽ മതി. പിന്നെ കേരളം പാൽ പച്ചക്കറി
സ്വയം പര്യാപ്തത കൈവരിക്കും. ആയിട്ടുണ്ടോ മാധുവിന്റെ നാട്ടിലെ സ്വയം അല്ല, ഈ പര്യാപ്തത പ്രകടന പത്രിക എന്റേതല്ല കേട്ടോ. ദേശീയ അത് ജലപാത രാഹുൽ ഇടയ്ക്കൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. ദേശീയ ജലപാത പൂർത്തീകരിച്ചു. മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്ത് പറഞ്ഞത്. അല്ലല്ല, മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്ത് പറഞ്ഞത് പ്രകടന പത്രികയിൽ ഇത്ര പൂർത്തിയാക്കിയില്ല. അതിന് പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുകയും ചെയ്യാം. ജെ.സി. തോമസ് വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന് മുമ്പ് രാഹുൽ മനസ്സിലാക്കണം. ജെ.സി. തോമസ് വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന് മുമ്പ് രാഹുൽ എവിടെയൊക്കെ പോയി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് രാഹുൽ അങ്ങനെ ചെയ്തത്. പിഴവായെങ്കിൽ അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞത്. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക എന്നൊരു അജണ്ട നിങ്ങൾക്ക് നോക്കൂ. ഈ ചർച്ചയിൽ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കും. അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നത് പറയും. ഇത് ശരിയാണോ? ഇത് നീതിയാണോ? അനീതി എന്ന വാക്കാണ് ഞാൻ ശ്രീ ജെ.സി. തോമസിനോട് പറഞ്ഞത്. രാഹുൽ പോയ വഴിയിലാണ് ജെ.സി. തോമസ് പോയത്. എനിക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? രാഹുൽ പോയ വഴി ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിയന്ത്രിക്കണോ? ഇതിപ്പോൾ നേരത്തെ ജയിക്കബ് കാണിച്ചതും ഇപ്പോൾ രാഹുൽ കാണിച്ചതും അനീതിയാണ്. വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്താണ് ആത്യന്തികമായി രാഹുൽ ഇത് നോക്കൂ. ഈ വിഷയത്തിൽ നമ്മൾ തമ്മിൽ ആവശ്യം പോലും ഇല്ല. മാധു എത്ര സംസാരിച്ചാലും അല്ല, ഞാനിത് പൂർത്തീകരിക്കാതെ നിർത്തില്ല. താങ്കൾ അല്ലെങ്കിൽ എന്റെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും. ഞാനിത് പൂർത്തീകരിക്കാതെ നിർത്തില്ല. ആയുർവേദ സർവകലാശാല കൊണ്ടുവന്നിട്ടുണ്ടോ മാധു? അല്ല, മൊത്തം പറയുന്നില്ല, 10 പറയുന്നുള്ളൂ എന്നെ പറഞ്ഞല്ലോ. ബാക്കിയും പറയാം, വേണമെങ്കിൽ സമയം തന്നാ മതി. ചർച്ചയുടെ സമയം ഒന്ന് നീട്ടിയാൽ മതി. ഇഷ്ടം പോലെ പറഞ്ഞുതരാം. ആയുർവേദ സർവകലാശാല കൊണ്ടുവന്നിട്ടുണ്ടോ മാധു? പിന്നെ നെല്ലുവില ഒരാഴ്ചക്കുള്ളിൽ കർഷകർ കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടാണോ തിരുവല്ലയിൽ എന്റെ നാട്ടിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്? കശുവണ്ടി തൊഴിലാളികൾക്ക് കൊല്ലം മുഴുക്ക ജോലി കൊടുത്തായിരുന്നോ മാധു? ഇതടക്കം എല്ലാ പഞ്ചായത്തിലും 200 മീറ്ററിന്റെ സിന്തറ്റിക് ട്രാക്ക് വരെ വാഗ്ദാനം നൽകിയ ആളുകൾ എല്ലാം പോട്ടെ. ആ പാവപ്പെട്ട എസ്.എഫ്.ഐയുടെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയ പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് ബിരിയാണി വാങ്ങി കൊടുക്കാമെന്ന് പറയുന്ന വാഗ്ദാനം പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത ആളുകളും കേരളത്തിൽ ഈ ജനങ്ങളോട് ഇപ്പോൾ രാഹുൽ പ്രകടന പത്രികയിലെ 10 പറഞ്ഞു. ജയ്ക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ 10 ഞാൻ മറുപടി പറയുന്നത്. എന്റെ വിഷയം എൽ.ഡി.എഫിന്റെ പ്രകടന പത്രികയല്ല. നിങ്ങൾ ഈ രണ്ടുപേരും കാണിക്കുന്നത് ജനാധിപത്യപരമായ ചർച്ചയുടെ രീതിയുമല്ല. ശ്രീ വി രാജേഷ്, ഇപ്പോൾ വരാൻ പാടില്ലാത്ത പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി പറയുന്ന പലരും പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. ഇല്ല, ഒരു മിനിറ്റുമില്ല ശ്രീ രാഹുൽ, ഒരു മിനിറ്റുമില്ല. ഇത് ചർച്ചയുടെ രീതി അനുസരിച്ച് വി രാജേഷിന്റെ സമയമാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ താങ്കൾ സ്വിച്ച് ചെയ്തിട്ട് പോയതാണ്. ജയിക്കിന് പറയാൻ ആവശ്യം പോലെ സമയം കൊടുത്ത് അതിന് ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ സ്വിച്ച് ചെയ്തിട്ട് പോയതാണ്. പിന്നെ താങ്കൾ പറഞ്ഞു ഇത് കഴിഞ്ഞ തവണ ജയ്ക്ക് ആരോപണങ്ങൾ ഉന്നയിച്ച് നിർത്തുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് വി രാജേഷ് ആയിട്ട് പോലും ആ ക്രമം അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയാണ് ഇടപെട്ട് ഞാൻ അങ്ങിലേക്ക് വന്നത്. ഈ ചർച്ച ജനാധിപത്യപരമായല്ല സമയം നൽകുന്നത് എന്നൊന്നും അങ്ങ് പറയരുത്. അല്ല, ഒരു ജനാധിപത്യപരമായ രീതി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ സ്വിച്ച് ചെയ്തിട്ട് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു മറുപടിയുടെ സമയം എനിക്ക് താങ്കൾ തരണം. ജയിക്ക് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രകടന പത്രികയിലെ മുഴുവൻ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഇവർ വാഗ്ദാനം പാലിക്കാത്തവരാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു വാഗ്ദാനവും പാലിക്കാത്തവരാണെന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തിയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് പറയാം, പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുക്കേണ്ട ആർ.വി. ജി. മേനോൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്റ്റാൻഡ് എന്താ? CPI പോലും വിശ്വാസത്തിൽ എടുക്കുവാൻ കഴിയാത്ത ആളുകൾ. ശ്രീ രാഹുൽ, ഇത് ശരിയല്ല. ഞാൻ ശ്രീ വി രാജേഷിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ സമയമാണ്. ശ്രീ വി രാജേഷ്, വരാൻ പാടില്ലാത്ത പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി പലരും പറയുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നതിന്റെ പിറ്റേ ദിവസം കേരളം കാണുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നിന്ന് BJPയുടെ ഒരു പ്രതിനിധി സംഘം, കേന്ദ്രമന്ത്രി അടങ്ങുന്ന ഒരു സംഘം ചെന്ന് കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം ഈ പദ്ധതി ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുകയുമാണ്. അതായത് ഇവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണം അപ്പടി നിങ്ങൾ പ്രവൃത്തിയിലൂടെ ശരിവെക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണോ വികസന പദ്ധതിയിൽ സംസ്ഥാനത്തെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ടത്? ഞങ്ങൾ ഇന്ന് ചെയ്തതാണ് യഥാർത്ഥ വികസനത്തിൻ്റെ രാഷ്ട്രീയം. അതായത് സിൽവർ ലൈൻ പദ്ധതി തങ്ങളുടെ നെഞ്ചത്തുകൂടി കടന്നു പോകുമോ എന്ന ആശങ്കയിൽ ആണ്ട് കിടക്കുന്ന ഒരു സമൂഹത്തിന് ആ പദ്ധതി ഒരു കാരണവശാലും കേരളത്തിൽ വരികയില്ലെന്നും, എന്നാൽ വളരെ വേഗത്തിൽ കേരളത്തിൽ ട്രെയിൻ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു മാർഗം കേരളത്തിൽ തുറക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പദ്ധതി തുടങ്ങുവാനുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണ് ഞങ്ങൾ ചെയ്തത്. നമ്പർ 1. നമ്പർ 2,
നേമം ടെർമിനലിൽ ഒരു 170 കോടി രൂപയായിരുന്നു ആദ്യം വകയിരുത്തിയതെങ്കിൽ 380-നും 400 കോടി രൂപയ്ക്കും ഇടയ്ക്ക് സാങ്ഷൻ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാനുള്ള ഒരു സമീപനം കൂടി ഞങ്ങൾ കൈക്കൊണ്ടു. ഞങ്ങൾ സ്വീകരിച്ചത് യഥാർത്ഥ വികസന രാഷ്ട്രീയമാണ്. വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കേരളത്തിൽ പ്രതിഫലിക്കും. ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെയും കേന്ദ്രമന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘങ്ങളുടെ സന്ദർശനത്തോടെ കേരളത്തിൽ വികസനത്തിൻ്റെ പുതിയൊരു അധ്യായം തുറക്കുകയാണ് മാധു എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ LDFിൻ്റെ പ്രതിനിധി പലപ്പോഴും 5600 കോടി ഹൈവേക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തേ എന്ന് പറയുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ മുടക്കി സംസ്ഥാനങ്ങളിൽ നാഷണൽ ഹൈവേയുടെ പണി നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഭൂമിയുടെ തുക വളരെ കൂടുതലാണ്. കേന്ദ്രത്തിന് NHAIക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എന്നാൽ നമുക്കത് നടപ്പിലാക്കാമായിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ EK നായനാരുടെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട ശ്രീ VS മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും അന്നത്തെ BJP ഗവൺമെൻറ്റല്ല, അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റുകളും NHAIയും പല തവണ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അനങ്ങാപ്പാറ നയമൊന്ന് സ്വീകരിച്ചു. അന്ന് ഇത്രയും വില ഭൂമിക്കില്ലായിരുന്നു. അന്നൊക്കെ തന്നെ പലയിടത്തും ഭൂമി ഏറ്റെടുക്കലിനെ എതിർത്തത് ഇടതുപക്ഷമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ വളരെ വലിയ വീരവാദം പറയുന്നുണ്ട് ഗെയിൽ ഞങ്ങൾ നടപ്പിലാക്കിയെന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഗെയിലിനെതിരെ ഏറ്റവും കൂടുതൽ സമരം സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ രംഗത്തിറക്കിയത് നിങ്ങളാണ്. അന്ന് നിങ്ങൾ തടസ്സം നിന്നതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വന്നത്. ഇന്ന് രാഷ്ട്രീയം മാറി, ഇന്നത്തെ പശ്ചാത്തലം മാറി, വികസനത്തിന് അനുകൂലമായി നിന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ തൂത്തെറിയുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് നിങ്ങൾക്കും കൂടി കുറച്ച് സംസ്ഥാന സർക്കാരിനും കൂടി കുറച്ച് പണം അവിടെ ചെലവഴിക്കേണ്ടി വന്നത്. മാധു, ഞാൻ മറ്റാരും പറയുമ്പോൾ ഇടപെടുന്ന ആളല്ല. അതുകൊണ്ട് എൻ്റെ സമയത്ത് വേറെ ആരും ഇടപെടരുത്. എനിക്ക് ന്യായമായ സമയം തരണം. ഇവിടെ HLL ഞങ്ങൾക്ക് തന്നില്ല, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഞങ്ങൾക്ക് തന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം ഞാൻ പറയാം. വളരെ നല്ല രീതിയിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്നവർ നടപ്പിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോഫി ഹൗസ്. നമ്മളൊക്കെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോഴേക്കും അവിടെ കയറാറുണ്ട്. ഓക്കെ, അവരത് പറഞ്ഞാൽ മനസ്സിലാക്കാം. നല്ല രീതിയിൽ ഇവർ നടത്തുന്ന സ്ഥാപനമാണ് ബീഡി കമ്പനികൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. അത് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഒരു കാലഘട്ടം വരെ നല്ല രീതിയിൽ ഒരു സഹകരണ സ്ഥാപനം നടത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് അത് സമ്പൂർണ്ണ അഴിമതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി HLL ഒരു KSRTC ഇപ്പോൾ ഓണത്തിന് ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് KSRTC എത്തിച്ചിരിക്കുന്നു. ഇവരാണ് പറയുന്നത് ഞങ്ങൾക്ക് HLL കിട്ടിയില്ല, ഞങ്ങൾക്ക് കേന്ദ്രം വിമാന കമ്പനി നടത്താൻ തന്നില്ല, ഞങ്ങൾക്ക് റെയിൽവേ വിമാനമൊക്കെ ആകാശത്തൂടെ പറക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അധികാരപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് അവകാശമുള്ള കാര്യങ്ങൾ ചെയ്യുക. SI കയറിയിട്ട് DOSPയുടെയും SP-യുടെയും പണി ചെയ്താൽ നോക്കിക്കഴിഞ്ഞാൽ SI വീട്ടിലിരിക്കും. അന്തിമാനുമതി കിട്ടുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേഗം വരുത്തിയെന്ന് മുഖ്യമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞത്. ജയ്ക്ക് എനിക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ മറുപടി. എന്തായാലും ബഹുമാനീയനായ യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ഞാൻ പൂർത്തീകരിച്ച പദ്ധതികളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല. ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്തകളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം ഉണ്ടായില്ല. അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് ചില ആരോപണങ്ങൾ പറഞ്ഞു. ഞാൻ 1-2 കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചു. എനിക്ക് 30 സെക്കൻഡേ ഉള്ളൂ. അങ്ങ് ഈ വിഷയത്തിൽ ഊന്നി മറുപടി പറഞ്ഞാൽ എനിക്ക് അവസാനിപ്പിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതായിരുന്നു. എന്തായാലും ബഹുമാനിയായ BJP നേതാവ് വീണ്ടും പറയുകയുണ്ടായി, ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യ നിലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന നിലയിലാണ് BJPയുടെ പ്രതിനിധി സംഘം അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ജനാധിപത്യമായി ഇവിടെ തെരഞ്ഞെടുത്ത MLA-മാരുള്ളത്, അവർ തെരഞ്ഞെടുത്ത ക്യാബിനറ്റ് ഉള്ളത്, അവർ തെരഞ്ഞെടുത്ത മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉള്ളത്? നിങ്ങൾ കുറച്ച് ആളുകൾ എല്ലാ സംസ്ഥാനത്തും ഉണ്ടെങ്കിൽ എല്ലാ സംസ്ഥാനത്തും BJPയുടെ യൂണിറ്റ് രൂപീകരിച്ചാൽ പോരെ? നിങ്ങൾ പോയി സംസ്ഥാനങ്ങളിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാരുമായി കരാർ ഉറപ്പിച്ച് വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണെങ്കിൽ പിന്നെ എന്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ്, പിന്നെ എന്തിന് മന്ത്രിസഭ, പിന്നെ എന്തിന് മുഖ്യമന്ത്രി, പിന്നെ എന്തിന് നമ്മുടെ ഫെഡറൽ സംവിധാനം? പിന്നെ അങ്ങ് കേരളത്തോടുള്ള
സമീപനത്തെ സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ. ദേശീയപാത വികസനം അങ്ങ് അംഗീകരിച്ചല്ലോ. കേരളത്തിന്റെ 5600 കോടി രൂപ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഇത് ചെയ്യുന്നത്, അങ്ങ് അംഗീകരിച്ചല്ലോ. അത്രയും നല്ലത്. ഇതിന്റെ തുടർച്ചയിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ലേ, അതിന്റെ മറുപടിയാണ് ഇനി കേൾക്കാനും പോകുന്നത്. അതിലേറ്റവും പ്രധാനവും കാണാതെ പോകാനും പാടില്ലാത്ത ഒന്ന്, ബി.ജെ.പിയും CPM-ഉം ഇതൊരു രാഷ്ട്രീയ യുദ്ധമായി ഏറ്റെടുത്താൽ, ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്താൽ കേരളവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ സമര ചരിത്രങ്ങൾ അപ്പടി മാറി നിൽക്കുകയും രാഷ്ട്രീയ സമരങ്ങളിലേക്ക് ഇത് പോവുകയും ചെയ്യും. അവിടെ ജനവിധി ആർക്കൊപ്പമായിരിക്കും, അത് ലക്ഷ്യമിടുന്നുണ്ടോ ആരെങ്കിലും എന്നുള്ളതും സംശയത്തോടെയും നിരീക്ഷണ ബുദ്ധിയോടെയും കാണേണ്ടതാണ്. വളരെയധികം നന്ദി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും.